ഇന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ എന്നാ പറയുക, ജീവിതശൈലി രോഗങ്ങളില്ലാത്ത മനുഷ്യന്മാർ കുറവാണ്. സത്യത്തിൽ ഓരോരുത്തരോടും അവരവരുടെ ശരീരങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ശരീരങ്ങൾ കൊടുക്കുന്ന ചില സൂചനകൾ, പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് അനുസരിക്കാത്തത് നിമിത്തമാണ് ഈ ശരീരം പിന്നെ ഇതിനെ അനുസരിക്കാതെ വരുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അനുസരണം കെട്ടവൻ എന്ന് പറയുന്നത് ഒരു റിമാർക്കാണ്. ആ ഒരു റിമാർക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ തിരസ്കരിക്കപ്പെടും, മാറ്റി നിർത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, പരസ്യജീവിതകാലത്ത് തങ്ങളുടെ ഗുരു എന്താണോ പറയുന്നത് അത് മാത്രം അനുസരിച്ചാണ് ആ 12 പേരും യേശുവിന്റെ പിന്നാലെ അനുഗമിച്ചിരുന്നത്. യേശുവിനെ അവർ ഒരിക്കൽ പോലും ധിക്കരിക്കുകയോ അനുസരണക്കേടോ അവർ കാണിക്കുകയോ ചെയ്തില്ല. പക്ഷെ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് യേശു മാനസിക വേദനയാൽ പിടയുന്ന സമയം അവിടുന്ന് അവരെക്കാൾ ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് കമിഴ്ന്ന് വീട് പ്രാർത്ഥിച്ച സമയങ്ങളിലൊക്കെ ഇടയ്ക്ക് ഇവരെ എടുത്ത് വന്നിട്ട് ഇവരോട് പറഞ്ഞു, പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതവരനുസരിച്ചില്ല. അതനുസരിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ അന്നേരം അവർക്കില്ലായിരുന്നു. എന്ത് സംഭവിച്ചു? അല്പസമയം കഴിഞ്ഞ് പുരോഹിതരും പടയാളികളും ഒക്കെ യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ ആ തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവിനെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയെയും നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയെയും നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കണം. കാരണം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എപ്പോൾ, ഏത് സമയം, ആരിലൂടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ മാതാപിതാക്കളിലൂടെയാകാം, ചിലപ്പോൾ അധികാരികളിലൂടെയാകാം, ചിലപ്പോൾ മക്കളിലൂടെയാകാം, ചിലപ്പോൾ ഭാര്യയിലൂടെയാകാം, ചിലപ്പോൾ ഭർത്താവിലൂടെയാകാം, ചിലപ്പോൾ സഹപ്രവർത്തകനിലൂടെയാകാം, ചിലപ്പോൾ സഹപാഠിയിലൂടെയാകാം. ആരിലൂടെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. തന്നോട് സംസാരിക്കുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ ആത്മാവാണെന്നുള്ള ആ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സും മനസാക്ഷിയും എപ്പോഴും നിർമ്മലമായിരിക്കണം. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തില് ബാലാമിനോട് സംസാരിക്കുന്നത് കഴുതയാണ്. അവന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കഴുതയാണ്. അതുകൊണ്ട് ഏത് വിധത്തിലാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകില്ല. അത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ മനസ്സും മനസാക്ഷിയും എപ്പോഴും നിർമ്മലമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ അനുസരണം എന്ന് പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ, നമ്മൾ ഇന്നത്തെ ധ്യാന വിഷയമായിട്ട് എടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരാത്തതിന്റെ കാരണം, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച ഉണ്ടാകാത്തതിന്റെ കാരണം എൻ്റെ ജീവിതത്തിലെ അനുസരണക്കേടാണോ എന്നൊന്ന് ആത്മശോധന ചെയ്യുക.